ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീച്ചി മേഖലയിൽ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് നാട്ടുകാർ. വിള്ളലുകളുണ്ടായ വീടുകൾ കളക്ടർ സന്ദർശിച്ചു. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര സ്വദേശി രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥിനിയോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം. ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് തള്ളിയിറക്കിയതായി പരാതി. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാനകൾ ഇറങ്ങി. അങ്കണവാടി ഷെഡിനു മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. ബ്രഹ്മകുളം സ്വദേശി ഗിരീഷിന്റെ 12 ലോട്ടറി ടിക്കറ്റുകളാണ് കവർന്നത്. വാർത്തകൾ വിശദമായി. പീച്ചി മേഖലയിൽ വീണ്ടും ഭൂമിക്കടിയിൽ പ്രകമ്പനം. ബുധനാഴ്ച രാത്രിയാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത്. പള്ളിക്കുന്ന്, തെക്കേക്കുളം, ജണ്ടമുക്ക് എന്നീ പ്രദേശങ്ങളിലാണ് തുടർചലനം പ്രകടമായത്. ഭൂമിക്കടിയിൽ നിന്ന് ഉച്ചത്തിലുള്ള മുഴക്കത്തോടൊപ്പം നേരിയ വിറയലും അനുഭവപ്പെട്ടു. നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തുടർച്ചയായി മുഴക്കം കേൾക്കുന്നതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ്. പ്രകമ്പനം ഉണ്ടായ സ്ഥലങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. തുടർച്ചയായി പ്രകമ്പനം ഉണ്ടാകുന്നത് സംബന്ധിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കത്ത് നൽകിയതായി കളക്ടർ അറിയിച്ചു. വിഷയത്തിൽ പരിഹാരം കണ്ടെത്തണമെന്ന സർക്കാരിന് കത്ത് നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് നൽകിയതായും കളക്ടർ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ പ്രകമ്പനത്തിൽ 20ഓളം വീടുകൾക്കാണ് വിള്ളൽ രൂപപ്പെട്ടത്. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര പുലിയേടത്തു പറമ്പിൽ കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. കൃഷ്ണന്റെ ഇളയ മകൻ രാധാകൃഷ്ണൻ ആണ് അറസ്റ്റിലായത്. വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന കൃഷ്ണനെ ചൊവ്വാഴ്ച രാവിലെയാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങാലൂരിലുള്ള മൂത്ത മകൻ മുരളീധരൻ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞു. സ്വത്ത് തർക്കത്തെ തുടർന്ന് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിനുള്ള കാരണം. പുതുക്കാട് SHO CM മഹേഷ്, SI PV പാട്രിക്, GASI PV സുഭാഷ് ലാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥിനിയോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം. ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് തള്ളിയിറക്കിയതായി പരാതി. രാമവർമ്മപുരം VHSE സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും പരുത്തിപ്ര സ്വദേശിനിയുമായ നിത ഫാത്തിമയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. വിവരമറിഞ്ഞതോടെ പരുത്തിപ്രയിലെ നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. സംസ്ഥാന പാതയിൽ ബസ് തടഞ്ഞിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ബസ് ജീവനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യുവജന സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീണ യാത്രക്കാരന് പരിക്കേറ്റു. എളവള്ളി പണ്ടാരക്കാട് സ്വദേശിയായ സുലൈമാനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്നും പറപ്പൂർ വഴി ചാവക്കാട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സുലൈമാൻ പൂച്ചക്കുന്ന് വളവിൽ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ ബസ്സിന്റെ പിൻവാതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്ന സുലൈമാൻ വാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മാസങ്ങൾക്ക് മുൻപ് പൂച്ചക്കുന്ന് വളവിൽ ബസ്സിൽ നിന്ന് യാത്രക്കാരി വീണ് മരണപ്പെട്ടിരുന്നു. സമാനമായ രീതിയിലുള്ള അപകടം വീണ്ടും ഉണ്ടായതോടെ
ഈ വളവിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും ബസ്സുകളുടെ വാതിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിരപ്പള്ളി ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി ഷെഡിന് മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഷെഡ് ഭാഗികമായി തകർന്നു. 4 ആനകൾ എത്തി ഷെഡിന് സമീപം നിന്നിരുന്ന എണ്ണപ്പന മറിച്ചിടുകയായിരുന്നു. എണ്ണപ്പന തിന്നു തീർത്തതിനു ശേഷമാണ് ആനകൾ മടങ്ങിയത്. സമീപത്തെ സോളാർ ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം എണ്ണപ്പന തോട്ടത്തിലേക്ക് കടന്നത്. കാട്ടാനശല്യം രൂക്ഷമായ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കവരംപള്ളി നടാംപാടം പ്രദേശത്തെ സോളാർ വേലി വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കാനുള്ള ഏക പ്രതിരോധ മാർഗമായ സോളാർ വേലിയാണ് പലയിടങ്ങളിലായി നശിപ്പിച്ചത്. റബ്ബർ എസ്റ്റേറ്റുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും പറമ്പുകളിലൂടെ അതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലി നശിപ്പിച്ചതോടെ കാട്ടാനകൾ പ്രദേശത്തേക്ക് എത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് ഹിറ്റാച്ചി കടത്താൻ വേലി അഴിച്ചിട്ടും ചില സ്ഥലങ്ങളിൽ കമ്പികൾ കൂട്ടിക്കെട്ടിയും വേലിക്ക് മുകളിലൂടെ മരങ്ങൾ മറിച്ചിട്ടുമാണ് നശിപ്പിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം സോളാർ വേലി നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ ആവശ്യം. കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ദിവസങ്ങളായി രാത്രികളിൽ ഒത്തുകൂടിയാണ് ആനകളെ കാടുകയറ്റുന്നത്. ഇതിനിടെ സോളാർ വേലി വ്യാപകമായി നശിപ്പിച്ചതോടെ ആനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. പടിഞ്ഞാറെ നടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശി മേലേടത്ത് ഗിരീഷിന്റെ ടിക്കറ്റുകളാണ് കവർന്നത്. കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ 12 ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. 2 ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടാണ് മോഷ്ടാവ് എത്തിയത്. ടിക്കറ്റ് നൽകിയതോടെ 500 രൂപ ചില്ലറ ആവശ്യപ്പെട്ടു. ചില്ലറ തിരയുന്നതിനിടയിൽ ലോട്ടറി വേണ്ടെന്ന് പറഞ്ഞ് ഒരു സെറ്റ് ലോട്ടറി കൈക്കലാക്കി മോഷ്ടാവ് കടന്നുകളയുകയായിരുന്നുവെന്ന് ഗിരീഷ് പറഞ്ഞു. മോഷ്ടാവ് സ്ഥലം വിട്ടതിനു ശേഷമാണ് ലോട്ടറി നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. കർക്കടകത്തിലും ജലവിധാനം താഴ്ന്ന് ചാലക്കുടി പുഴ. വ്യാഴാഴ്ച രാവിലെ 1 മീറ്ററിലും താഴെയായിരുന്നു ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ 3.5 മീറ്ററിനേക്കാൾ കൂടുതലും വെള്ളമുണ്ടായിരുന്നു. ജൂലൈ 13-ന് 2 മീറ്റർ ആയിരുന്നതാണ് ഇത്തവണത്തെ ചാലക്കുടി പുഴയിലെ ഏറ്റവും കൂടിയ ജലനിരപ്പ്. പൊരിങ്ങൽകുത്ത് ഡാമിൽ ബുധനാഴ്ച രാവിലെ 416 മീറ്റർ ജലവിധാനമായതിനെ തുടർന്ന് വ്യാഴാഴ്ച കാര്യമായി വൈദ്യുതി ഉൽപ്പാദനമുണ്ടായില്ല. ഇതോടെയാണ് പുഴയിലെ വെള്ളവും കുറഞ്ഞത്. കാലവർഷത്തിൽ നിറഞ്ഞൊഴുകേണ്ട പുഴയുടെ ശോചനീയാവസ്ഥയിൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ പോലും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത്. എല്ലാ മഴയും കൂടി ആഗസ്റ്റ് മാസത്തിൽ ഒന്നിച്ചു പെയ്യുമോ എന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ഇരിഞ്ഞാലക്കുട ആളൂരിൽ പോലീസ് വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പീണിക്കപ്പറമ്പിൽ ജൂവിൻ രാജുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA കൈമാറി. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തയ്യിൽ അനന്തകൃഷ്ണനെ
ചികിത്സാ സഹായം നൽകാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവരങ്ങൾ എത്രയും വേഗം സർക്കാരിൽ ലഭ്യമാക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥരെ MLA ചുമതലപ്പെടുത്തി. വാഹനമോടിച്ചിരുന്ന ജീപ്പ് ഡ്രൈവർക്കെതിരെ നേരത്തെ നരഹത്യയ്ക്ക് കേസെടുക്കുകയും ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ജുവിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, ചാലക്കുടി തഹസീൽദാർ KA ജേക്കബ്, ഡെപ്യൂട്ടി തഹസീൽദാർ TV ആന്റണി എന്നിവരും സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആസിഫ് ഷായ്ക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സ്കൂൾ കലോത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിക്കായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന യുവാവ് ആണ് തന്നെ ആക്രമിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. തലയ്ക്ക് പരിക്കേറ്റ ആസിഫ് ഷായെ കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായി 20ാം വാർഡ് മെമ്പർ PJ സണ്ണിയെ തെരഞ്ഞെടുത്തു. അനിൽ അക്കര കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനെ തുടർന്ന് ജൂൺ 30-ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതോടെയാണ് PJ സണ്ണിക്ക് പ്രസിഡന്റാകാൻ അവസരം ലഭിച്ചത്. 2 വർഷം കഴിഞ്ഞാൽ 9ാം വാർഡ് മെമ്പർ TD വിൽസൺ പ്രസിഡന്റാകുമെന്നാണ് ധാരണ. കുന്നംകുളം നഗരസഭയ്ക്ക് സമീപത്തെ വൺവേ റോഡിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ വൺവേ ലംഘനം രൂക്ഷമായതിനെ തുടർന്ന് താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. സമയം ലാഭിക്കുന്നതിനായി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഈ വഴിയിലൂടെ കടന്നുപോകുന്നത് വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ പരാതി പരിഗണിച്ചാണ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ നിർദ്ദേശപ്രകാരം ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ ദ്രുതഗതിയിൽ തീരുമാനിച്ചത്. മാള കുഴൂരിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടർ തകർത്ത് 2 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ചു. ജാതിപത്രി, ജാതിപ്പരിപ്പ് തുടങ്ങിയവയും മേശയിൽ സൂക്ഷിച്ചിരുന്ന 2000-ഓളം രൂപയുമാണ് മോഷ്ടിച്ചത്. വ്യാഴാഴ്ച രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് ഷട്ടർ മുന്നിലേക്ക് വളച്ചതായി കണ്ടത്. കൊരട്ടി സ്വദേശി പയ്യപ്പള്ളി ഫ്രാൻസിസിന്റെ സ്ഥാപനത്തിലാണ് ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള സമയത്തിനുള്ളിൽ മോഷണം നടന്നത്. പൂട്ട് തകർക്കാതെ ഷട്ടർ വളച്ചാണ് അകത്ത് കടന്നിട്ടുള്ളത്. വിരലടയാള പരിശോധകർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മാള പോലീസ് കേസെടുത്തു. കൊരട്ടിയിൽ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന ജാതിക്ക മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി ഹസൻ ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കൊരട്ടി വഴിച്ചാൽ സ്വദേശിനി തട്ടിൽ ശില്പയുടെ വീട്ടുമുറ്റത്തു നിന്ന് പ്രതി ജാതിക്ക മോഷ്ടിച്ചത്. കുട്ടികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്താൻ സൂക്ഷിച്ച ഹാഷിഷ് ഓയിലുമായി യുവാവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം മാറാട്ടുകടവ് സ്വദേശി പള്ളത്തുവീട്ടിൽ ഗൗതം ആണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 5 ഡെപ്പികളിലായി സൂക്ഷിച്ച 7.7 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. 1 മിനിറ്റ് 53 സെക്കൻഡ് കൊണ്ട് 35 അന്താരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനികളുടെ ലോഗോ ഫ്ലാഷ് കാർഡ് നോക്കി തിരിച്ചറിഞ്ഞതിനുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് 1 വയസ്സ് 8 മാസം പ്രായമുള്ള കുട്ടിക്ക് ലഭിച്ചു. ഒല്ലൂർ മരത്താക്കര വിയ്യത്ത് വൈഷ്ണവ് അപ്സര ദമ്പതികളുടെ മകൻ നിനവ് വൈഷ്ണവ് ആണ് റെക്കോർഡ് നേടിയത്. പ്രായം ചെന്നവർക്ക് അഭയകേന്ദ്രം ഒരുക്കുന്നതിനുള്ള ഫണ്ട് സ്വരൂപിക്കാനായി സർവീസിൽ നിന്നും വിരമിച്ചവർ ചേർന്ന് രൂപീകരിച്ച അഡാർസ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭം സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുന്നു. വാടാനപ്പള്ളി ഗണേശമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംരംഭമാണ് നടത്തിപ്പിനുള്ള ചെലവുകൾ കണ്ടെത്താനായി സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുജനത്തിനും സർക്കാരിനും ഉപയോഗപ്രദമായതും എന്നാൽ സർക്കാരിന് യാതൊരുവിധ മുതൽമുടക്കില്ലാത്തതും ഏകദേശം 71,000 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതുമാണ് ഈ സംരംഭമെന്ന് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പദ്ധതി 2021 സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലും കേരള സ്റ്റാർട്ടപ്പ് മിഷനിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ താൽക്കാലിക അനുമതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട്
പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ച് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചു. എന്നാൽ സ്ഥിരം സംവിധാനമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ചർച്ച ചെയ്തെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. കേരളത്തിൽ ഉടനീളം 1280 ക്യാമറ സ്ഥാപിക്കാൻ 250 കോടിയുടെ പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ കെൽട്രോൺ സ്ഥാപിച്ചിരിക്കുന്ന 706 ക്യാമറകൾക്ക് 235 കോടിയാണ് ചെലവ് വന്നിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ഫണ്ട് നൽകാൻ 4 ബാങ്കുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വഴി വാഹനങ്ങളുടെ നമ്പറുകൾ ട്രാക്ക് ചെയ്ത് അവ കടന്നുപോകുന്ന വഴികൾ തത്സമയം അറിയാനാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഇഗ്നേഷ്യസ് ദേവസി പറഞ്ഞു. കേരളത്തിൽ തൃശ്ശൂർ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി, മെയിനായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഉപേക്ഷിക്കപ്പെടുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ ലക്ഷ്യം. പ്രൊജക്ട് പ്രൊപ്പോസൽ നമ്മൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ ഉപയോഗിക്കുമെങ്കിലും പോലീസിലും അതുപോലെ തന്നെ എക്സൈസിലും അതുപോലെ തന്നെ GST, LSGD പഞ്ചായത്തിലൊക്കെ നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറകൾ വെച്ചിട്ട് വയലേഷൻ കണ്ടുപിടിക്കുക. ഒരു ഇടിച്ചിട്ട് ഒരു വണ്ടി നിർത്താണ്ട് പോവുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ, പോലീസ് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അത് കയറി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ 30 ദിവസം മുമ്പ് തുടങ്ങിയ ഹിസ്റ്ററി കിട്ടും. അപ്പോൾ ലൈവായിട്ടുള്ള ഹിസ്റ്ററി കിട്ടും. ഏത് റൂട്ടിൽ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് കിട്ടും. TCV തൃശൂർ. പൊതുശ്മശാനമെന്ന ആവശ്യം നടപ്പാക്കാത്ത LDF ഭരണസമിതിക്കെതിരെ BJP പ്രവർത്തകർ അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CG പ്രസാദ്, മുൻ MLA CC മുകുന്ദൻ, നേതാക്കളായ സുധീഷ് മേനോത്തുപറമ്പിൽ, ബിജു അണ്ടേഴത്ത്, പള്ളിയിൽ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി വായനശാല പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന C മോഹൻദാസിനെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തും കോലഴി വായനശാലയും സംയുക്തമായാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് AP ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K രാമചന്ദ്രൻ, MR കൃഷ്ണൻകുട്ടി, PM ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. കാറളം കിഴുത്താണിയിൽ നിയന്ത്രണം വിട്ട കാർ ടൈലറിംഗ് കടയിലേക്ക് പാഞ്ഞുകയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല. കിഴുത്താണി സെന്ററിൽ പ്രവർത്തിക്കുന്ന കിഴുത്താണി സ്വദേശി വെട്ടിയാട്ടിൽ അനിരുദ്ധന്റെ ടൈലറിംഗ് ഷോപ്പിലേക്കാണ് കാറളം ഭാഗത്തേക്ക് വന്ന സ്വകാര്യ വ്യക്തിയുടെ കാർ ഇടിച്ചുകയറിയത്. അപകടത്തിൽ ഷോപ്പ് ഭാഗികമായി തകരുകയും 3 തയ്യൽ മെഷീനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അപകടത്തിൽ സമീപത്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മുലപ്പാട് മുരിയാംതോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മുലപ്പാട് മീൻചന്ത പടിഞ്ഞാറ് തിരുപഴംചേരി അമ്പലത്തിന് സമീപം താമസിക്കുന്ന വടാശ്ശേരി 64 വയസ്സുള്ള നാരായണൻ ആണ് മരിച്ചത്. വലപ്പാട് മുരിയാംതോട് ഭാഗത്ത് വെച്ച് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാർ വന്നിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പരിഷ്കരിച്ച ഖരമാലിന്യ പരിപാലന ചട്ടത്തെക്കുറിച്ച് 4 വർത്തമാനം എന്ന പേരിൽ ഗുരുവായൂർ നഗരസഭ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു അജിത് കുമാർ, ഷാനി റജി, V അനൂപ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് S ഹർഷിദ് എന്നിവർ സംസാരിച്ചു.
CBSEയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യ സോൺ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ 800ഓളം സ്കൂളുകളിൽ നിന്ന് 2000-ലധികം നീന്തൽ താരങ്ങളാണ് 25 മുതൽ 29 വരെയുള്ള തീയതികളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് മാർച്ച് പാസ്റ്റിന് ശേഷം മന്ത്രി OJ ജനീഷ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, അന്ന ഗ്രേസ്, ഡോക്ടർ PN ഗോപകുമാർ, വിജയ് മേനോൻ എന്നിവർ അറിയിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഗീതാ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബിബിത മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ഏരിയ വൈസ് പ്രസിഡന്റ് പ്രീജ ദേവദാസ്, ട്രഷറർ ജാസ്മിൻ ഷഹീർ, ഏരിയ ജോയിന്റ് സെക്രട്ടറി MP രാജലക്ഷ്മി, പ്രസന്ന രണദേവ്, ഷൈനി ഷാജി, സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി. ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മഞ്ജുളാലിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഗീതാ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബിബിത മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ഏരിയ വൈസ് പ്രസിഡന്റുമാരായ പ്രീജ ദേവദാസ്, സിന്ധു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി T ശ്രീകുമാർ, സംസ്ഥാന പ്രസിഡന്റ് KS പ്രദീപ് കുമാർ, CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, CITU നേതാക്കളായ T സുധാകരൻ, PM സോമൻ, MN മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം വെള്ളിയാഴ്ചയും തുടരും. വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ ചേറ്റുവ പാലത്തിൽ അപകട ഭീഷണി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചേറ്റുവ പാലത്തിൽ മുഴുവനായും ശാസ്ത്രീയമായ രീതിയിൽ റീടാറിംഗ് നടത്തണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 17 നടത്തുന്ന ചിങ്ങമഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തെക്കേനടയിലെ നിർമാല്യത്തിൽ ആരംഭിച്ച ഓഫീസ് സ്വാമി സന്മയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, KT ശിവരാമൻ നായർ, ശശികുമാർ കൊടമന എന്നിവർ സംസാരിച്ചു. BMS സ്ഥാപക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി AC കണ്ണൻ, യൂണിറ്റ് സെക്രട്ടറി A ബാബു എന്നിവർ പങ്കെടുത്തു. ടഗ് ഓഫ് വാർ ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു. അണ്ടർ 13, 15 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 35ഓളം ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി AG ആനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CK മണികണ്ഠൻ, പ്രധാനാധ്യാപകൻ ജോഷി പോൾ, PTA പ്രസിഡന്റ് ജോസ് വാവേലി, മദർ PTA പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായി പമ്പിനു സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. മങ്ങാട് സ്വദേശി സുബ്രഹ്മണ്യൻ, ബൈക്ക് യാത്രക്കാരനും പാഴിയോട്ടുമുറി സ്വദേശിയുമായ അബ്ദുൽ സലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാ തദേവൂസിന്റെ നവവാര വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിബിൻ കുളിയത്ത് കാർമ്മികത്വം വഹിച്ചു. തിരുനാളിന് മുന്നോടിയായി
9 വ്യാഴാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തും. സെപ്റ്റംബർ 27 പ്രസിദ്ധി വാഴ്ച, കൊടിയേറ്റം എന്നിവ നടക്കും. സെപ്റ്റംബർ 18 മുതൽ 26 വരെ നവനാൾ, ഒക്ടോബർ 1 ഊട്ടുതിരുനാൾ. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,08,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പിജി മേഖലയിൽ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച നാട്ടുകാർ. വിള്ളലുണ്ടായ വീടുകൾ കളക്ടർ സന്ദർശിച്ചു. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര സ്വദേശി രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥിനിയോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം. ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് തള്ളിയിറക്കിയതായി പരാതി. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാനകൾ ഇറങ്ങി. അങ്കണവാടി ഷെഡിന് മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. ബ്രഹ്മകുളം സ്വദേശി ഗിരീഷിന്റെ 12 ലോട്ടറി ടിക്കറ്റുകളാണ് കവർന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.